ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കണം. നമ്മുടെ ഈ ഒരു ടെക് ടിപ്സിൻ്റെ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാതും തന്നെ ഒരു ഫുൾ ടൈം ജോലി നോക്കുന്നവർക്ക്, അതായത് പഠിച്ചിരിക്കുന്ന സ്ട്രീമിലുള്ള അങ്ങനത്തെ ജോലികളുടെ ഒഴിവുകളാണ് നമ്മൾ ഈ ഒരു ചാനലിൽ പരിചയപ്പെടുത്തുന്നത്. അതിൽ നമുക്ക് IT ജോലികളുണ്ട്, അതുപോലെ തന്നെ ബാങ്ക് ജോലികളുണ്ട്, ഗവൺമെൻറ് ജോബ്സ്, ടീച്ചിങ് ജോബ്സ്, അങ്ങനെ റീസെൻ്റ് ആയിട്ട് വരുന്ന എല്ലാ തരത്തിലുള്ള ജോലികളും നമ്മൾ ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഫ്രഷർ വേക്കൻസിയൊക്കെ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഒരു ജോലി നോക്കുന്നവരുണ്ടായിരിക്കും. അവർക്കൊക്കെ നമ്മുടെ ഈ ഒരു ചാനൽ വളരെയധികം യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ കാണാം. ഉച്ചയ്ക്ക് 12 മണിക്കാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോസ് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ കൂടെ കാണാം, സബ്സ്ക്രൈബ് ഐക്കണിൻ്റെ. ആ ഒരു ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ കണ്ട് താല്പര്യമുള്ളവരാണെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് IT കാർക്ക് വേണ്ടിയിട്ടുള്ള വാക്കൻസി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. IT ജോബ് എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി ബാങ്കിലാണ് വാക്കൻസി വന്നിരിക്കുന്നത്. ഏകദേശം 59 ഒഴിവുകളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പല സ്ട്രീമായിട്ടാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, പല കാറ്റഗറി ആയിട്ട്. IT ആണ് ബേസ്ഡ് ആയിട്ടുള്ള ജോലികളാണ് എല്ലാതും തന്നെ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. എന്തൊക്കെയാണ് ഇതിന് വേണ്ട ക്രൈറ്റീരിയാസ്, അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറ്റുന്ന ജോബാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. ധനലക്ഷ്മി ബാങ്കിൽ 59 IT പ്രൊഫഷണൽസിനെയാണ് തേടുന്നത്. ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കും. ഗൂഗിളിൽ തന്നെ വെറുതെ ഈ ഒരു ബാങ്കിൻ്റെ പേര് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ കരിയേഴ്സ് പേജിൻ്റെ അകത്ത് ഇതുപോലെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് പോസ്റ്റുകളും അതുപോലെ തന്നെ എവിടെയാണ്, ഏത് പ്ലേസിലാണ് വാക്കൻസി വന്നിരിക്കുന്നത് എന്നുള്ളത് അടക്കം ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ കേരളത്തിൽ തൃശ്ശൂരാണ് ഒഴിവ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ബാംഗ്ലൂർ, പിന്നെ ഹൈദരാബാദ്, ഇങ്ങനത്തെ 3 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ നിലവിൽ വാക്കൻസി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഇതിൻ്റെ അകത്ത് 59 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. പല തസ്തികകളുണ്ട്. അതായത് IT മിഡിൽ വെയർ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ IT സൊല്യൂഷൻ ആർക്കിടെക്റ്റ് ഉണ്ട്, അതുപോലെ ഡെവോപ്സ് എഞ്ചിനീയറുടെ പോസ്റ്റ് ഉണ്ട്, പ്രൊജക്ട് മാനേജറുടെ പോസ്റ്റ് ഉണ്ട്, പ്രൊജക്ട് കോർഡിനേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി, അങ്ങനെ IT റിലേറ്റഡ് ആയിട്ടുള്ള UI UX ഡെവലപ്പർ, അതുപോലെ തന്നെ അനലിസ്റ്റ്, ക്വാളിറ്റി അഷുറൻസ് അനലിസ്റ്റ്, അങ്ങനെ പലതരത്തിലുള്ള പോസ്റ്റുകളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ പോസ്റ്റും അതിൻ്റെ ഡീറ്റെയിൽസും ഇതുപോലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ. അപ്പോൾ ഓരോ പോസ്റ്റിനും കുറഞ്ഞത് 2 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും, അതുപോലെ തന്നെ IT സ്ട്രീമിൽ BTechോ അതല്ലെങ്കിൽ ഡിഗ്രി പാസ്സായവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ് കേട്ടോ. 2 വർഷത്തിന് കൂടുതൽ പല പോസ്റ്റുകളിലായിട്ട് ആ ഒരു എക്സ്പീരിയൻസിൻ്റെ റേഞ്ച് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എത്ര എക്സ്പീരിയൻസ് വേണം, അതിനല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ്, ഏജ് ലിമിറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അതാത് പേരുകളുടെ നേരെ തന്നെ വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതുപോലെ തന്നെ ആ പോസ്റ്റിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തൊട്ടടിയിൽ തന്നെ ഓരോ പോസ്റ്റിൻ്റെയും നേരെ അപ്ലൈ നൗ എന്നുള്ള ബട്ടനും കിടക്കുന്ന കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ഒരൊറ്റ പോസ്റ്റിലോട്ട് മാത്രമേ ഒരാൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓൺലൈനായിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാം എന്നുള്ളതൊക്കെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം തന്നെ റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതിനുശേഷമായിരിക്കും ഇൻ്റർവ്യൂ, അതിനുശേഷമായിരിക്കും ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിനെ ഇവർ റിക്രൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫീസ് ഉണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് ഓരോ പോസ്റ്റിലോട്ടും എക്സാം അറ്റൻഡ് ചെയ്യണതിന് പെർട്ടിക്കുലർ ഫീസും കാര്യങ്ങളൊക്കെ ഇവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജൂൺ 21 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതിന് മുൻപായിട്ട് ഇത്രയും കാറ്റഗറീസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഏതെങ്കിലും പോസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റൊരു ജോബിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത വ്ലോഗിൽ കാണാം. അതുവരേക്കും ബൈ.